പല കാര്യങ്ങളും പലർക്കും അറിയില്ലല്ലോ. ഇപ്പം കീർത്തിചക്ര എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിപ്പറേഷനും ആ സിനിമ നടന്നും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉദയനാണ് താരത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു ഡയറക്ടറിൻ്റെ സ്ട്രഗിൾ എന്താണെന്നുള്ളതും എത്രയോ ആളുകൾ കൂടെ നിന്നിരുന്ന ആൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളൊരു ഫീല് എങ്ങനെയാണെന്നുള്ളതും അറിയാൻ പറ്റും. സിനിമയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ലേഡീസായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സുച്ചിയും അതുപോലെ തന്നെ ലിസിയായിരുന്നു. ഇവർക്ക് ന്യൂസുകൾ കിട്ടും. കാരണം കേൾക്കുന്ന എന്താണ്, മോഹൻലാലിന് ഭ്രാന്ത്, ഒരു പട്ടാളക്കാരന് ഡേറ്റ് കൊടുത്തിരിക്കുന്നു, ഇപ്പോഴേ കുറേ പടങ്ങൾ എല്ലാം ഫ്ലോപ്പായിട്ട് കിടക്കുന്നു, അതിൻ്റെ കൂടുതൽ ഇയാൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രൊപ്പഗണ്ട നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബൗൺസിങ് വരുന്നത് എവിടെ നിന്നാണ്? ഇത് നമ്മുടെ കാതിലെത്തുന്നത് ഇവർ ത്രൂ ആണ്. അപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും അസുഖം പിടിക്കുന്നു അല്ലെങ്കിൽ ഇത് വരുന്നു. ഞാൻ കീർത്തിചക്ര ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ചിക്കൻ ഗുനിയ ആദ്യം 2006 ഇവിടെ ഇന്ത്യയിലൊക്കെ ആരും കേട്ടിട്ടില്ല. അപ്പോഴാണ് ചിക്കൻ ഗുനിയ എനിക്ക് അടിക്കുന്നത്. കാലത്ത് എഴുന്നേറ്റിട്ട് അവിടെ തൊടാൻ വയ്യ ഇവിടെ തൊടാൻ വയ്യ. അന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. ഈ ചിക്കൻ ഗുനിയ എന്താണെന്നുള്ള ആർക്കും അറിയില്ലായിരുന്നു, ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. സായി കുമാറിൻ്റെ പോർഷൻ, മലയാളം പോർഷൻ ഷൂട്ട് ചെയ്ത് ഉച്ചയ്ക്ക് പ്രകാശ് രാജ് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൗധരി സാർ കയറി ഫുൾ ജിങ് ബാങ്ങോട് കൂടിയിട്ട്. അങ്ങനെ വന്നപ്പം വേൽരാജായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്, തിരുവില്ല. വേൽരാജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വേൽ ഈ ആംഗിൾ വിട്ടേക്ക്, അവിടെ നിന്നുള്ളത് നീ ഇവിടുന്നും ഇവിടുത്തെ എല്ലാം അതെല്ലാം വെച്ചു, പക്ഷേ ഇങ്ങോട്ട് എന്നെ ഇനി ഇവിടുന്ന് എഴുന്നേൽപ്പിക്കരുതെന്ന്. കാരണം ഞാൻ ഈ ചെയറിൽ അവിടെ റൂമിനകത്ത് ഞാൻ മൈക്ക് വാങ്ങിച്ചു. മൈക്കിൽ പറയുന്ന പോലും കേൾക്കില്ല, അങ്ങനെയാണ്. ഓക്കെ സ്റ്റാർട്ട് ക്യാമറ, വർത്തമാനം പറയാൻ പറ്റുന്നില്ല, അത്രയും കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. ചൗധരി സാർ ഇവിടെയൊക്കെയാണ് നമ്മൾ ചില സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ നിങ്ങളുടെ ഗോഡ് ഫാദർ ആണെന്നുള്ളത് പറയാനുള്ള കാരണം ചൗധരി സാറിനെ കൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം കയറി വന്നു എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാം നോക്കി. അപ്പം ഞാൻ എഴുന്നേൽക്കുന്നില്ല. അപ്പം അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ മൈക്കിൽ തന്നെ, സാർ എഴുന്നേൽക്കാൻ മുടിയാതെ, അപ്പുറമല്ല ഉക്കാറങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മൈക്കാണ് ഈ പറയുന്നത്. കാരണം മൂപ്പര് അടുത്ത് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ സൈലൻസ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഇതൊക്കെ പറയുമ്പോൾ ഒരു ശബ്ദവും വരുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഷോർട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഡേയ് பேக்கப் பண்ணுங்க. டேரக்டர் உடம்பு சரியில்லை, அவர் வந்து ஏன் எங்கள் படம். അപ്പോൾ മൂപ്പരുടെ ഓഫീസുകാരാ വന്നിട്ട് അവനിട്ടൊരു 4 കൊട്ട്. ഇങ്ങനെയാണോ ഡയറക്ടർ വെച്ചിട്ട് പണി വാങ്ങിക്കുന്നു, മറ്റോ കൊണ്ടാണോ അവരെ ഷൗട്ടിങ്. എനിക്കും ഷൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സാർ